നഗരത്തിൽ കുന്നുകുഴി പ്രദേശത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടതായി സൂചന. നഗരത്തിലെ കുന്നുകുഴി പ്രദേശത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി. ഉന്നത പോലീസ് സംഘം സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരും മിനിറ്റുകളിൽ അറിയാൻ കഴിയുമെന്ന് കരുതുന്നു. മോളെ, ഇല്ല ആന്റി, അത് വേറെ ഏതെങ്കിലും ന്യൂസ് ആയിരിക്കും. ആന്റി ചുമ്മാ അതൊക്കെ കേട്ടിട്ട് ടെൻഷൻ ആവണ്ട. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവണ്ട. ഹിമ തിരിച്ചു വരും, എത്രയും പെട്ടെന്ന് തന്നെ വരും. അങ്കിൾ നിർബന്ധമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം, കംപ്ലൈന്റ് ചെയ്യണം. അവരന്വേഷിക്കട്ടെ, ഹിമ തിരിച്ചു വരട്ടെ. ഞങ്ങളുടെ ഒക്കെ ആഗ്രഹവും അത് തന്നെയാണ്. പക്ഷേ പരാതി കൊടുത്തേ പറ്റൂ. വേണമെങ്കിൽ ഞാൻ വരാം നിങ്ങളുടെ കൂടെ. വേണ്ട മോനെ, ഞങ്ങൾ പൊയ്ക്കോളാം. മരണി വാ. മോളെ, ഞങ്ങൾ ഇറങ്ങുക. അവൾക്കൊന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിക്കില്ലേ നീ? ആന്റി, ഞാനിവിടെ ദേവിയുടെ മുൻപില് വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചാണ്. ആന്റി ഞങ്ങൾ അനുഭവിക്കുന്ന വേദന ഞങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം ശരിയാവും. ചെന്നോളൂ. ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നന്ദിനി. ഞാനും അതാ സാർ ആലോചിക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞില്ലേ ആന്റി? എന്തെങ്കിലും പ്രോബ്ലം? ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് മോളെ. ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങള്. നീ ഇതെന്തായി കാണിക്കുന്നേ? നീ എന്താ ഇതിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നേ? നീ എന്താ കേരളത്തിലെ കൊലപാതകങ്ങളുടെ കണക്കെടുക്കാൻ പോവാണോ? ഹേയ് ഹരിത, ഞാൻ പറഞ്ഞത് ശരിയല്ലേ ആന്റി? ആ അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുമ്പോ പോലും എന്താ എത്ര കാര്യമായിട്ട് ടി വിയിൽ നോക്കാനുള്ളേ? റിയലി ഐ ആം സോറി ആന്റി. നമുക്ക് ബിസിനസ്സുകാർക്ക് മാത്രം മനസ്സിലാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇന്ന് ഷെയർ മാർക്കറ്റ് ഡൗൺ ആണ്. ഞാൻ ആ ഡൗൺഫാളിന്റെ റിയൽ റീസൺ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ ടി വി നോക്കിയിരുന്നത്. നമുക്കാണെങ്കിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതല്ലേ ആന്റി. ഇവൾക്കാണെങ്കിൽ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവണ്ടേ?
എടി നീ കൂളാവ്. അവളുടെ കാര്യത്തില് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാവും. എനിക്കെന്തോ വല്ലാത്ത ടെൻഷനുണ്ട് ചേച്ചി. അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. കൂളാവ്, വെറുതെ ടെൻഷൻ ആവാതെ. സാർ, സാർ എന്താ സാർ? എന്നൊന്ന് വിളിക്കാറുന്നില്ലേ സാറിന്? സാർ, അച്ഛനിപ്പോ ജയിൽ മുറിയിൽ കിടക്കില്ല നന്ദിനി. എന്റെ മനസ്സിൽ ഞാൻ മഹാരാജാവിന്റെ സ്ഥാനം അച്ഛന് കൊടുത്തിരുന്നതാ. എവിടെ ചെന്നാലും അവിടെ ഏറ്റവും ഉയരത്തിലുള്ള പീഠത്തിൽ എന്റെ അച്ഛൻ ഇരിക്കണം. അങ്ങനെ ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഒരു തെറ്റ് ചെയ്യാതിരുന്നിട്ട് പോലും ഒരു ചീത്ത വാക്ക് പോലും പറയാതെ അച്ഛന് വന്ന ഭാഗ്യക്കേട് കണ്ടില്ലേ? സാറൊന്ന് സമാധാനിക്കേ സാർ. നന്ദിനി, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മദ്യപാനിയാ. ആരോടെങ്കിലും തട്ടിക്കയറാനോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ മടിക്കാത്തവനാ. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യോ ലോക്കപ്പിലിടുകയോ ജയിലിലടയ്ക്കോ അതൊന്നും ഒരു പ്രോബ്ലമേ അല്ല. പക്ഷെ അച്ഛൻ, എടൂ, താൻ എപ്പോഴെങ്കിലും അച്ഛനൊരു ചീത്ത വാക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു ദ്രോഹം വരണമെന്ന് ആഗ്രഹിക്കുന്നത് കണ്ടിട്ടുണ്ടോ?